എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടന് കിട്ടിയിട്ടുണ്ട്? പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ തരികിട സാബുല്ലേ, അറിയാലോ? പിന്നെ പിന്നെ പറയേണ്ട കാര്യമല്ല. അപ്പൊ അവൻ നമ്മള് സുഹൃത്തുക്കളാ. അപ്പോൾ അവനെ ഞാൻ കല്യാണം വിളിച്ചു പോയി. കല്യാണം വിളിക്കേണ്ടി വന്നു. അങ്ങനെ ഇവൻ ചെയ്തത്, ഈ അന്നത്തെ ദിവസം ഈ പയ്യനാണല്ലോ, പയ്യൻ പെണ്ണ് വരുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം നടക്കുന്നു. ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പെണ്ണിറങ്ങി വരും. അപ്പോൾ ഫുൾ ആൾക്കാർ എന്നെ തന്നെ നോക്കുന്നു. എനിക്കാണെങ്കിൽ എത്രയോ സ്റ്റേജ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞോ? പിന്നെ അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ ഒരു സമയം. പിന്നെ നമ്മൾ വന്നതിന് ശേഷം പിന്നെ പെണ്ണ് വരികയാണ്. പിന്നെ കുഴപ്പമില്ല. അതുവരെ ഇങ്ങനെ നിന്നു. നോക്കുമ്പോൾ പെണ്ണിങ്ങനെ വന്നു, ഭാര്യ അവള് ഇറങ്ങി വരുന്നു. വന്നപ്പോൾ ഇവൻ വന്നിട്ട് എടാ ഒരു ഫോട്ടോ എടുക്കാടാ, എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ എനിക്ക് അന്ന് ഇത് കൊണ്ട് തരുമല്ലോ, നമ്മുടെ ക്യാഷ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ട്. എനിക്കാണെങ്കിൽ ഇത് വാങ്ങാൻ ഞാൻ പറയും വേണ്ട പ്ലീസ്. അവർ കൊണ്ട് ഇങ്ങനെ അങ്ങ് വെക്കും. എടാ ഇത് നമ്മളെ സന്തോഷം. അങ്ങനെ ഈ പോക്കറ്റ് ഏകദേശം നിറഞ്ഞ് എനിക്ക് ഇത് മാറ്റണം, നല്ല ചൂടുമുണ്ട്. ഇതിങ്ങനെ മാറ്റാനായിട്ട് പാവം വന്നിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ച് ഞാൻ ഡേ അളയാ കയറി പിടിച്ച അലുമ്പാവും, ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഇപ്പം ഇത് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്റെ അതിൽ കിടന്ന ഫുൾ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ഏതോ ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് പറഞ്ഞു, അളയാ മൊത്തം 6000 രൂപ ഉണ്ടായിരുന്നു, അതില് എനിക്ക് ഒരു ലോട്ടറിയും കിട്ടിയിട്ടുണ്ട്. 6000 ലോട്ടറി എന്നാ അവനടാ. അളയാ ഒരു 200 രൂപയും കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടു തരുമോ, നമ്മൾ കുറെ പേരുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്ന സുരേഷ് ഏട്ടനുണ്ട് ട്രിവാൻഡ്രത്ത്. അന്ന് അദ്ദേഹം ഏഷ്യാനെറ്റിലൊരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലില്ലെങ്കിലും എന്നുള്ളൊരു പരിപാടി. അതിന് ഏഷ്യാനെറ്റ് ടീം എല്ലാവരും, ഏഷ്യാനെറ്റ് ഇദ്ദേഹമാണ് പ്രിയ സാറ് എല്ലാവരും കൂടെ വന്നിട്ട്, അപ്പോൾ എല്ലാ വണ്ടിയും പോയി. നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് കല്യാണം, ലാലേട്ടൻ്റെ കല്യാണം നടന്നത്. നമ്മുടെ ഓഡിറ്റോറിയം മറന്നുപോയി. അപ്പോൾ അവിടെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിയാറായപ്പോഴാണ് എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടല്ലോ. അന്ന് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും, അതിന് എല്ലാ വണ്ടിയും വിട്ടു. ലാസ്റ്റിൽ ഞാൻ നോക്കിയപ്പോൾ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറയുന്ന വലിയൊരു പാക്കറ്റ് സാധനം വരുന്നു. ഇവർ 6 പേരും കൂടെ പിടിച്ച് എൻ്റെ വൈഫിനെ ചേർത്ത് ഇങ്ങനെ തരുന്നു. അതെല്ലാം വീഡിയോ എടുക്കുന്നു. ഞാൻ അത് വെച്ചപ്പോൾ നല്ല വെയിറ്റ്. ഇത് മിക്കവാറും ഗ്രൈൻഡറോ വലിയ പരിപാടിയായിരിക്കും. അങ്ങനെ എടുത്ത് അതിന് വേറൊരു വണ്ടി പിടിക്കേണ്ടി വന്നു. കാര്യം ബാക്കി എല്ലാ ഡിക്കിയിലും അന്ന് കാറ് മാത്രമല്ലേ ഉള്ളൂ, എല്ലാ സംഭവവും അതിനകത്ത് കയറ്റി അങ്ങ് പോയി. അതിന് വേണ്ടിയിട്ട് ഞാൻ 800 രൂപ മുടക്കി ഒരു കാറും വിളിച്ച് ഇത് മാത്രം കൊണ്ടുപോകാൻ. ഇതും പിന്നെ 1-2 പേരെയും കയറ്റി നേരെ അവിടെ ചെന്ന് ഇതിനെ വളരെ സൂക്ഷിച്ച് ഇറക്കി നേരെ അങ്ങ് വെച്ച് രാത്രി പൊട്ടിച്ചപ്പോൾ ഒരു കരിങ്കല്ല്. കല്ലെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഉഗ്ര ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. കാര്യം കേട്ടത് അത് പൊളിച്ച് ചെന്നപ്പോഴേ എനിക്ക് പിടിയിട്ട് ഇത് വേറെ എന്തോ പരിപാടി. എന്നാലും ഇവരങ്ങനെ ചെയ്യോ? ഏഷ്യാനെറ്റ് അല്ല, നമ്മുടെ സുഹൃത്തുക്കളാ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരുന്നത്. ഏഷ്യാനെറ്റ് അല്ല കേട്ടോ. ഇല്ല നമ്മുടെ സുഹൃത്തുക്കള്. ഞാൻ പ്രിയൻ സാറിന്റെ അസോസിയേറ്റ് സുരേഷ് ഏട്ടൻ, സുരേഷ് കൃഷ്ണ, മറ്റേ സുരേഷ് കൃഷ്ണ ആക്ടർ അല്ല. അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് കാവ്യക്കും അതുപോലെ ഡമ്പലെടുത്ത് സമ്മാനങ്ങൾ കൊടുക്കണം. ചേട്ടനെ എങ്ങനെയാ ശരിക്കും ക്യാരക്ടറിലോട്ടൊക്കെ വരണ എങ്ങനെയാ? ഞാൻ പണ്ട് വുഷു പഠിച്ചിട്ടുണ്ട് കേട്ടോ. വുഷു പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ അങ്ങനെയല്ല, ഞങ്ങൾ മലപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരാള്. അതൊന്നും ഒറിജിനൽ വുഷു ആയിരിക്കത്തില്ല, ചിലപ്പോ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഭയങ്കര റെയറാണ് അത്. ഇവിടെ അതൊക്കെ കങ്ഫുവിന്റെ ഒരു വേറൊരു തലത്തിലുള്ള സംഭവമാണ് വുഷു എന്ന് പറയുന്നത്. പ്രോബ്ലി ഇമിറ്റേഷൻ. ഇത് വെറുതെ പിഷ്കു തന്നെ ഇവിടെ ഒരുപാട് പേര് പഠിപ്പിക്കുന്ന റിയൽ അല്ല. കംഫു എന്ന് പറയുന്നത് തന്നെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഷാവലിൻ ടെമ്പിളിന്റെ വരുന്നത്. അതിനകത്ത് പല ഭഗവതങ്ങളാണ്. അതിൽ ഒന്നാണ്. ആരോടും പറയല്ലേ ഉഷു പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒറിജിനൽ ഇവിടെ ആളേ ഇല്ല. ഇവിടെ പഠിപ്പിക്കുന്ന ചിലപ്പോൾ 1-2 പേരെ കാണും. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. അത്ര ഒതന്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മകനും ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇങ്ങനെ അറിയണ്ടായി. അപ്പം ചേട്ടന്റെ ഈ ഒരു താല്പര്യം എങ്ങനെയാണ് ചെറുപ്പത്തിൽ? ഞാൻ പിന്നെ ഈ മനോരമയിൽ ഒരു കാർട്ടൂൺ വരുമായിരുന്നു, മാന്ത്രികനായ മാൻഡ്രേക്കുന്നത്. അപ്പൊ അതിനകത്ത് അവര് കറാട്ടെ, ജൂഡോ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഈ സാധനം. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ കളരിപ്പയറ്റിനെ കുറിച്ച് അറിവ് കിട്ടി. അപ്പൊ ഞാൻ കളരിപ്പയറ്റ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുഭാഷ് എന്ന മാഷയുടെ കൂട്ടത്തിൽ കരാട്ടെ തുടങ്ങി. പിന്നെ ഞാൻ സോളമൻ ഐസക് എന്ന് പറഞ്ഞ ഒരാളുടെ MMA മിക്സ് മാർഷൽ ആർട്സ്. അന്നത്തെ കാലത്ത് മിക്സ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു.
പക്ഷേ പുള്ളി ഒരു സാർക്കിൻ്റെ മെമ്പറായിരുന്നു, ഈ ഇന്ത്യൻ നേവിയുടെ കമാൻഡോ ഇല്ലേ, അതിലെ ഒരാളായിരുന്നു, കമാൻഡോ ആയിരുന്നു പുള്ളി. അപ്പോൾ ഹീ ന്യൂ ഓൾ ദിസ് മിക്സ്ഡ് മാർഷൽ ആർട്സ്. അപ്പം അങ്ങനെ പഠിച്ച് പിന്നെ കങ്ഫുവിലേക്ക് പോയി, ജുജിറ്റ്സുവിലേക്ക് പോയി, ഐക്കിഡോയിലേക്ക് പോയി, അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം മകനെ ഞാൻ മിക്സ് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു. ഇപ്പം മിക്സ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെഡ്ലിയാണ്, ഭയങ്കര ലോക്സും ടേക്ക് ഡൗണും ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ലൈറ്റർ വേർഷനാണ് ഞാനിപ്പം പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ആ ഹാർഡർ വേർഷനിൽ പോയി കേജ് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഡേഞ്ചറസ് ആണ്, ഒത്തിരി ഇഞ്ചുറീസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി ഒരു ലൈറ്റർ വേർഷൻ, ജസ്റ്റ് സെൽഫ് ഡിഫെൻസും പിന്നെ നല്ല കിക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്.